മരിച്ചു പോകുമ്പോഴും അത് അത്ര തരാണ്ട് ഇത്ര തരാണ്ട് എന്ന് പറയാൻ ആർക്കും ഇട കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. അല്ല വേറെ എത്തുമല്ല. ഒരു മാക്സിമം ഒരു 250 മില്ലി ഇല്ലാഞ്ഞാൽ അത് ഇങ്ങോട്ട് ഒഴിവാക്കി കളി. കേട്ട് വന്നേക്കണെന്ന് വെച്ചെങ്കിൽ അപ്പം നിർത്തി കളി എന്നാണ് ഞാൻ പറയുന്നത്. കൊണ്ടുവരുമ്പോൾ 5 ലിറ്റർ കൂടി പാല് കിട്ടി ഗതികേടിൽ നമ്മളൊക്കെ പെട്ടതാണ്. ഇന്ന് വരെയായിട്ടായി ഒരു ഉപദ്രവവും ഇന്ന ചെയ്തിട്ടില്ല. വേണമെങ്കിൽ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ കാട്ടിത്തരും ചെയ്യാം. ആ കേൾക്കണ എൻ്റെ പേര് വൈദ്യക്കാരൻ കാഞ്ഞിരത്തിങ്ങൽ കുഞ്ഞാലൻകുട്ടി, സൺ ഓഫ് മുഹമ്മദ്. എൻ്റെ അടുത്ത് 4 പൈക്കളുണ്ട്. അതിൽ 2 കറവ്, 1 ചെന, 1 കുത്തിവെക്കാൻ പ്രായമായി തുടങ്ങുകയും ചെയ്തപ്പോൾ, 1 ഗിയറ്, 1 പിന്നെ ഇത് ജെയ്സി. അങ്ങനെ 3 പൈക്കൾ ഉണ്ട്. ആ ഗിയർ ഇപ്പം അടുത്ത് പ്രസവിച്ചിട്ടുള്ളൂ. ക്രോസ് ഗിയറാണ്. അതിൻ്റെ കുട്ടി പിന്നെ പെണ്ണാണ്. 2ാമത്തെ പ്രസവമാണ്. നല്ല ഇണക്കുള്ള പശുവാണ്. കാരണം എന്താ വെച്ചാൽ കയറ് കഴിച്ച് വിട്ടാൽ എങ്ങോട്ട് പോകൂല. അതിനനുസരിച്ച് തീറ്റയും എടുത്ത് നിർത്തുകയാണ്. പാല് അത്യാവശ്യം ഒരു 10 ലിറ്റർ പാലിപ്പോൾ കിട്ടുന്നുണ്ട്. 2ാം പ്രസവമാണ്. ഇതാണ് ആ ഗിയറിൻ്റെ ഫസ്റ്റിലെ കുട്ടി. ഗിയറിൻ്റെ അത് അതിലൊരു പിന്നെ ഇത് മറ്റീൻ്റെ ഒരു മൂരിക്കുട്ടിയാണ്. ആ തള്ളേൻ്റെ ജെയ്സിൻ്റെ ഇത് ജെയ്സി. അത് ചെനയാണ്, 5 മാസം ചെനയാണ്. ഇത് ഫസ്റ്റിലെ ഇതാണ്. പെറ്റിട്ടില്ല. തീറ്റ പിന്നെ കാലിത്തീറ്റയും പുണ്ണാക്ക്, വൈക്കോല്, പിന്നെ പച്ചപ്പുല്ല് ഇതൊക്കെ കൊടുക്കലുള്ളൂ. വലിയ അതൊന്നുമില്ല. കാരണം ഞാനും ഭാര്യയും പിന്നെ വന്നിപ്പോൾ അടുത്ത് ഗൾഫിൽ പോയി. ഇങ്ങനെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാണ് ഇത് ഇങ്ങനെ വളർത്തേണ്ടത്. അല്ലാതെ നമ്മൾ ഒരാളെ വെച്ചെടുപ്പിച്ചാൽ ഓല് പോയാൽ അത് കൃത്യസമയത്ത് കറക്കണം. ഒരു 4-5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ കറവ് താഞ്ഞാൽ എപ്പോഴും അതിന് രോഗം വരും. ആദ്യം തന്നെ ഞാൻ പിന്നെ 15 കൊല്ലം ഞാൻ ഗൾഫിൽ പോയിന്, സൗദിയിൽ. അത് കഴിഞ്ഞിക്കാണ്ട് വന്നപ്പോഴാണ് ഞാൻ, അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് അറിയേണ്ടതുകൊണ്ടാണ് അങ്ങനെ നോക്കി ഇതാകേണ്ടതാണ്. ഒരാളെ അഭിപ്രായം കേട്ടിക്കാണ്ട് ചെയ്തിട്ടുണ്ട്. അത് വലിയ പരിപാടി അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാം അവതാളത്തിലായാലാണ്. നമുക്ക് നേരത്തിന് കറക്കാൻ കഴിയില്ല അപ്പം പിറ്റേന്ന് ഔട്ട് രോഗം തുടങ്ങും. അപ്പം അതിന് ഹോസ്പിറ്റലിൽ ഇറക്കണം. അപ്പം ഒക്കെ മാനസികമായിട്ട് തളറില്ല. അങ്ങനെയൊക്കെ തന്നെയാണ്. 2 നേരം കറവ്. രാവിലെ 8 മണി 7 മണി മുതൽ 8 മണിയാകുമ്പോഴേക്കിന് പാലായി, കറവായി. പിന്നെ വൈകുന്നേരം 5 മണിക്കാണ് പിന്നെ 2ാമത്തെ കറവുള്ളത്. അത് ഇവിടെ ഉള്ള ആകൊണ്ടുകൊണ്ട് അത് പെരിയിൽ തന്നെ ഉപയോഗിക്കേണ്ട എല്ലാവരും മേടിച്ചു കൊണ്ടുപോകണു. 15 ഉറുപ്യ വില ഉണ്ട് ഒരു ഗ്ലാസ് പാലിന്. ഇവിടെ ഒക്കെ പിന്നെ ആദ്യം ഞാൻ പിന്നെ സൊസൈറ്റി കൊണ്ടേ കൊടുത്തിരുന്നു. അപ്പോൾ മോൻ പോയപ്പോൾ പിന്നെ വണ്ടി ഓട്ടാൻ ആളില്ല. പിന്നെ അതിന് കൃത്യത്തിന് അവിടെ 7 മണിയാകുമ്പോഴേക്കിന് അവിടെ എത്തിച്ചു കൊടുക്കണം. അപ്പം അതിന് ആളില്ലാതായപ്പോൾ കൂലിക്ക് ആളെ വിളിച്ചാൽ വണ്ടിയൊക്കെ വിളിച്ചുകാണ്ട് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പം അൽഹംദുലില്ലാ പിന്നെ ഇതൊക്കെ കൃത്യത്തിന് ഇവിടെ പോയി കിട്ടുന്നുണ്ട്. പെരിയിൽ തന്നെ വന്ന ആൾ മേടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു 2 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ അല്ലെങ്കിൽ 3 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലൊക്കെ ആൾക്കാർ വന്ന് വരുന്നതിന് പെരിയിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. അതൊരു പഴയ മാതിരിയല്ല. പിന്നെ ടിലോൻ്റെ കുപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 മില്ലി ഉണ്ടാവുള്ളൂ. ഒരു മാക്സിമം ഒരു 250 മില്ലി ഇല്ലാഞ്ഞാൽ അത് ഇങ്ങോട്ട് ഒഴിവാക്കി കളി. കേട്ട് വന്നേക്കണെന്ന് വെച്ചെങ്കിൽ അപ്പം നിർത്തി കളി എന്നാണ് ഞാൻ പറയല്. വേറെ ഒരു ഡിമാൻഡും ഇല്ല. കാരണം നമുക്ക് ഇതിൻ്റെ ഭവിഷ്യത്ത് ഇന്ന് ഒരു സംഗതി നടത്തുമ്പോൾ മരിച്ചു പോകുമ്പോഴും അത് അത്ര തരാണ്ട് ഇത്ര തരാണ്ട് എന്ന് പറയാൻ ആർക്കും ഇട കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. അല്ല വേറെ എത്തുമല്ല. അവിടുന്നും കിട്ടും നമുക്ക് ഇതിൻ്റെ പ്രതിഫലം. നാക്കാലിയാക്ക് തിന്നാൻ കൊടുത്ത മിണ്ടാപ്രാണിയാണ് അറിഞ്ഞിക്കാണ്ട് തിന്നാൻ കൊടുത്ത അറ്റങ്ങൾക്കും വലിയ മെച്ചം, ഞമ്മക്കും വലിയ മെച്ചാണ്.
ഇപ്പോൾ ഒരുവിധം ഡോക്ടറൊക്കെ പറഞ്ഞത്, ആയുർവേദ ഡോക്ടർ കൂടി പറഞ്ഞത്, പിന്നെ ഇത് നല്ലതാണ്. എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കേണ്ടത് അവിടെയും ഇവിടെയൊക്കെ ഇരിക്കണക്കാട്ടി മൂടി പോച്ച് കെടുക്കണക്കാട്ടി നല്ല ഇതാണ് നല്ല പെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഇതാണ്ടത്. പ്രത്യേകിച്ച് ലാഭം എന്ന് പറഞ്ഞാൽ ഒരു 10 റുപ്യ കീസിലുണ്ടാകും. അത്യാവശ്യം നമുക്ക് ഒരു ബുദ്ധിമുട്ട് വല്ലാതെ വരൂല. അത് അത്രേ ഉള്ളൂ. രോഗം ഉണ്ടാകും, അതിനനുസരിച്ച് ഡോക്ടറെ കൊടുന്ന് കണ്ട് അപ്പം തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ട് എല്ലാ മരുന്നും കൊടുക്കലാണ് ഞാൻ. മൃഗാശുപത്രിയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ മരുന്നുണ്ടല്ലാണ്. സർക്കാരിൻ്റെ തൊഴുത്താണ് ഇത്. പിന്നെ അതിൻ്റെ ഒരുവിധം 4 ഏറ്റായി തൊഴുത്തെടുത്ത് തന്നിട്ട് ഞാൻ അപ്പുറത്തുള്ളത് എൻ്റെ വേറൊരു തൊഴുത്തുണ്ട്. കാലിത്തീറ്റ കിട്ടീനു ഇന്ന്, പിന്നെ ജനുവരി വരെ കിട്ടീനു. ജനുവരിൻ്റെ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. പശുക്കുട്ടി ഉണ്ടാകുമ്പോൾ അതിന് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു തീറ്റ തന്നീനു. മറ്റുള്ളതൊക്കെ നമ്മൾ കാലിത്തീറ്റ തികയാത്ത നമ്മൾ മേടിച്ചോണ്ടിരിക്കുക, പിണ്ണാക്കും മേടിച്ചോണ്ടിരും. അപ്പോൾ പിണ്ണാക്കിനും കാലിത്തീറ്റക്കൊക്കെ വലിയ വില ആയതുകൊണ്ട് ലേശം ക്ഷീണം ഉണ്ടാകും. അത്ര തന്നെ. വേറെ ഒരു കാര്യമായിട്ടുള്ള ഒരു കാരണം എല്ലാവരായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ രാത്രി ആയാലും പകലായാലും ഇങ്ങനെ ആൾക്കാർ കുട്ടികളും മറ്റുള്ളവരൊക്കെ വന്നു കണ്ട് പാല് മേടിച്ചോണ്ട് പോകും. വിലയിട്ട് വർത്തനം പറഞ്ഞിരിക്കും. ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് എവിടെയും പുല്ലില്ലാത്തത് കൊണ്ട് ഇവിടെ തന്നെ ഞാൻ കെട്ടല്. പിന്നെ പുല്ലും വൈക്കോല് മാത്രമാണ് ഇപ്പൊ കൊടുക്കേണ്ടത്. അതിന്റെ മുന്നേ പുല്ലരിഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ പോയി കണ്ട് പുല്ലരിഞ്ഞ് ഒക്കെ കൊടുന്നു കൊടുക്കലാണ്. KS സുപ്രീമാണ് ഞാൻ കൊടുക്കേണ്ടത്. അത് കുട്ടികൾക്ക് വേറെ കാലിത്തീറ്റ ഇവിടുന്ന് മൃഗാശുപത്രിയിൽ നിന്ന് തന്നീനു. അപ്പം അതും അവർക്ക് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടാണ്ട് കൊടുക്കലാണ്. പിന്നെ പിണ്ണാക്കും ഉണ്ടാവും. പുറത്തേക്ക് പോകാൻ ആവശ്യം നേരത്ത് പോകേണ്ടത് ഇതന്നെ. എല്ലാം നേരം വൈകിട്ടേ പോകാൻ പറ്റുന്നുള്ളൂ. പിന്നെ കല്യാണത്തിനായാലും മറ്റുള്ളതിനായാലും പെട്ടെന്ന് തന്നെ വെള്ളം കാട്ടി എല്ലാം ഇതിൽ ഇട്ടുകാണ്ട് പിന്നെ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തിരിച്ചെത്താൻ പറ്റിയ ഭാഗത്തൊക്കെ ഞാൻ പോകലുള്ളൂ. മറ്റുള്ളതൊക്കെ പോക്ക് ഒഴിവാക്കേണ്ടി വരും. കാലമായിട്ട് എൻ്റെ അടുത്ത് ഒന്നല്ലേ ഒന്നുണ്ടാവും. പിന്നെ ഇഷ്ടപ്പെട്ട പൈക്കളെ ഒഴിവാക്കാനും പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ആ ഗിയറിൻ്റെ ഒക്കെ കഴിച്ച് വിട്ടാൽ ഒന്നും ചെയ്യൂല. അവിടെ അങ്ങനെ പിന്നെ 4 മീറ്ററിൽ ഇങ്ങനെ നടക്കുള്ളൂ. എല്ലാവരും പറയുന്നുണ്ട് ഗിയറിനെ വളർത്തിയാൽ ചവിട്ട് കിട്ടും. ഇന്ന് വരെ ആയിട്ടായി ഒരു ഉപദ്രവം ഇന്ന ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ കാട്ടി തരും ചെയ്യാം. ആ എടുക്കണ ഗിയറിന് 1 മിനിറ്റ്. ഇതിൽ സ്പീഡ് കൂടുതലാണ്. എല്ലാത്തിനും തീറ്റക്കും വെള്ളം കുടിച്ചതിനും ഒക്കെ കഴിച്ചു വിട്ടാൽ ഒരു പോക്കാണ്ട് പോകും. അതേമാതിരിയല്ല ആ പശു ഗീറ്. ഇതോടെ വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് ക്ഷമ വേണം. ഒരാളെ വർത്തമാനം കേട്ടിക്കാണ്ട് അത് അത്ര ഉണ്ട് ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ വിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ വില കിട്ടൂല. അപ്പോൾ ഈ കച്ചവടക്കാരൊക്കെ പറയേണ്ടത് നല്ല പശു പിന്നെ കിട്ടിയിട്ടുണ്ട്, 10 ലിറ്റർ പാലുണ്ട്, അതിന് 65 റുപ്യ വില. കൊണ്ടുവരുമ്പോൾ 5 ലിറ്റർ കൂടി പാല് കിട്ടി ഗതികേടിൽ നമ്മളൊക്കെ പെട്ടതാണ്. ഏത് പശുവിനെ കൊടുത്താലും ഓല് ചിലപ്പോൾ ഈ കച്ചവടക്കാരല്ലേ. അപ്പോൾ ഒരു ദിവസം കറക്കാതെ നിർത്തിയിട്ടുണ്ട്, പിറ്റേന്ന് ഗ്ലാസ് കൂടി പാല് ജാസ്തി വരും. അപ്പോൾ 5 ലിറ്റർ കൂടി 10 ലിറ്റർ പാല് പറഞ്ഞു കൊണ്ടുവരുന്നതിന് 5 ലിറ്റർ കൂടി കിട്ടൽ വെച്ചെന്നു. പിന്നെ നമ്മളിങ്ങനെ കൊണ്ടുനടക്കുന്നതിനനുസരിച്ച് വല്ലാതെ കമ്മിയും വരില്ല. കാരണം അന്ന് തീറ്റ കമ്മിയായാലും ലേശം കമ്മിയേ വരുള്ളൂ.